സ്വർണ്ണ കവർച്ച കേസിൽ SITക്ക് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് എന്താണെന്നും ഹൈക്കോടതി. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും. കുറ്റപത്രം നൽകാത്തത് എന്തുകൊണ്ടെന്നും ചോദ്യം. പൊതുജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്ക് കാരണമാകുമെന്നും കോടതി. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിനിശ്ചിതമായ വിമർശനമാണ് കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. പ്രധാനമായും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഏത് തരത്തിലായിരുന്നു? സുരേഷ്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ, അതായത് ഈ സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ ഉരുക്കിയെടുത്ത സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയാണ് പങ്കജ് ഭണ്ഡാരി. ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി പരിഗണിച്ച സമയത്താണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ SITക്ക് നേരെ വീണ്ടും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പ്രതികളൊക്കെ തന്നെ എല്ലാവരും സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ഗുരുതരമായിട്ടുള്ള, അതീവ ഗുരുതര സ്വഭാവമായിട്ടുള്ള വിഷയമാണിത്. കുറ്റപത്രം നൽകാത്തത് എന്തുകൊണ്ടാണ്? കുറ്റപത്രം നൽകിയിരുന്നുവെങ്കിൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും. അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് SITയുടെ അന്വേഷണത്തിൽ സംശയമുണ്ടാകും. പൊതുജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്ക് ഇത് കാരണമാകുമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പ്രതികളെല്ലാവരും ഏറെക്കുറെ 90 ദിവസം പിന്നിട്ട് കഴിഞ്ഞുവെന്നും കോടതി പരാമർശം ഉണ്ടായിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരി പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് അറസ്റ്റിനുള്ള കാരണങ്ങൾ അടക്കം തന്നോട് ചൂണ്ടിക്കാട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് അറസ്റ്റൊക്കെ തന്നെ അനിവാര്യമാണ്. അറസ്റ്റിനുള്ള കാരണങ്ങൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി സർക്കാർ അഭിഭാഷകനോട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കുറ്റപത്രം വൈകുന്നത് മൂലം പ്രതികളൊക്കെ തന്നെ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന സാഹചര്യം ഹൈക്കോടതി അത് വീണ്ടും എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. കാരണം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടി. മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തു. ഇതൊക്കെ തന്നെ 90 ദിവസത്തിൽ കൂടുതൽ, അതായത് 90 ദിവസം ഈ കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിൽ 90 ദിവസമായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിൽ ആ പ്രതിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ആ ഒരു ക്ലോസ് വെച്ചിട്ടാണ്, ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത്. കീഴ്ക്കോടതിയാണ് മുരാരി ബാബുവിന് ജാമ്യം നൽകിയത്. ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഒരു ഇടക്കാല കുറ്റപത്രം പോലും SIT സംഘം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ്. അതാണ് ഹൈക്കോടതി പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിച്ചത്.